പ്രതിപക്ഷ എംപിമാരെ വെട്ടിക്കുറയ്ക്കാൻ ബി.ജെ.പിക്ക് മറ്റ് പോംവഴികളില്ല. ഡീലിമിറ്റേഷൻ പ്രക്രിയ നടത്തിയാൽ വളരെ എളുപ്പത്തിൽ തന്നെ ഈ പ്രക്രിയയിലൂടെ പ്രതിപക്ഷ എംപിമാർ പ്രതിനിധാനം ചെയ്യുന്ന സംസ്ഥാനങ്ങളിലെ ലോക്സഭാ സീറ്റ് ഗണ്യമായി കുറച്ചുകൊണ്ട് അതുവഴി അവർക്ക് പ്രഹരം നൽകാം. അമിത്ഷായുടെ ബുദ്ധിയാണിത്. കേന്ദ്രത്തിൽ കൃത്യമായിട്ടുള്ള ചരടുവലികൾ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുകയാണ്. ഡീലിമിറ്റേഷൻ കമ്മിറ്റിക്ക് വേണ്ടി കേന്ദ്രമാണ് ഇപ്പോൾ കാര്യങ്ങൾ ചെയ്യുന്നത്. അതായത് ഡീലിമിറ്റേഷൻ കമ്മിറ്റി കൃത്യമായ നയരൂപീകരണം ഒന്നും തന്നെ ചെയ്യുന്നില്ല. ഇതെല്ലാം ശുപാർശയായി കൊടുക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. ആ റിപ്പോർട്ട് അനുസരിച്ച് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് 100 മുതൽ 150 സീറ്റ് വരെ വർദ്ധിപ്പിക്കാനുള്ള രീതിയാണ് കാണുന്നത്. എന്നിട്ട് അമിത്ഷാ പറയുന്നത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ ഒരു സീറ്റ് പോലും കുറയില്ല എന്നാണ്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളുടെ സീറ്റ് വർദ്ധിപ്പിച്ചതിന് ശേഷം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ സീറ്റ് കുറഞ്ഞാലും അത് നിലനിന്നാലും നഷ്ടം ദക്ഷിണേന്ത്യക്ക് മാത്രമാണ്. കാരണം 120 125 സീറ്റുകളാക്കി ഉത്തർപ്രദേശിനെ വർദ്ധിപ്പിച്ചാൽ 20 സീറ്റ് മാത്രമുള്ള കേരളത്തിന് എത്രത്തോളം പ്രാതിനിധ്യമാണുള്ളത് എന്നത് ഒരു ചോദ്യമാണ്. ആനുപാതികം കണക്കിലാക്കിയാൽ കേരളം മറ്റുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് പുറകിലാകും. ഉദാഹരണത്തിന് കർണാടകത്തിലും തമിഴ്നാട്ടിലുമുള്ള എംപിമാരുടെ എണ്ണം അത് ക്രിയാത്മകമായി നോക്കുമ്പോൾ അവിടെ പ്രശ്നങ്ങൾ അനുദിനം വർദ്ധിക്കും. 40 ലോക്സഭാ സീറ്റുള്ള ബീഹാറിൽ ജനസംഖ്യ 10 കോടിക്ക് മുകളിലാണ്. എന്നാൽ 7.5 കോടിയിൽ ഒതുങ്ങി നിൽക്കുകയാണ് തമിഴ്നാട്ടിലെ ലോക്സഭ. ഇവിടെയാണ് സ്റ്റാലിൻ ബി.ജെ.പി സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്ന തരത്തിൽ താരതമ്യം ചെയ്തിരിക്കുന്നത്. അവരുടെ ലക്ഷ്യമെന്നത് ഇന്ത്യ മുന്നണിയെ അഥവാ പ്രതിപക്ഷ മുന്നണി സംവിധാനമുണ്ടെങ്കിൽ അതിനെ തകർത്തെറിയുക, പ്രതിപക്ഷം അധികാരത്തിൽ വരാതിരിക്കുക, ദക്ഷിണേന്ത്യയിൽ വികസനം കൊണ്ടുവരാതിരിക്കുക, ദക്ഷിണേന്ത്യയിൽ ഒരു രീതിയിലുള്ള കേന്ദ്ര പദ്ധതികളും ഇനിമേൽ അവിടെ ആവിഷ്കരിക്കാതിരിക്കാൻ വേണ്ടിയുള്ള പരമാവധി ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തിവരുന്നത്. അതിന്റെ ഭാഗമായാണ് ഡീലിമിറ്റേഷൻ കൊണ്ടുവരുന്നതും. ഇതിനെ തടയാൻ വേണ്ടിയാണ് ഇപ്പോൾ സർവകക്ഷി സമ്മേളനം ബി.ജെ.പി ഒഴികെയുള്ള മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ എല്ലാം കക്ഷിഭേദമന്യേ അവരുടെ എല്ലാ രീതിയിലുള്ള വ്യക്തിപരമായിട്ടുള്ള എതിർപ്പുകളെയും മാറ്റിവെച്ചുകൊണ്ട് മുന്നോട്ട് വന്നിരിക്കുന്നത്. അതിനകത്ത് എൻ.ഡി.എയിലെ സഖ്യകക്ഷികൾ കൂടിയുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. ജെ.ഡി.എസിനകത്തും വലിയ രീതിയിലുള്ള ഭിന്നാഭിപ്രായം പ്രകടമാകുന്നുണ്ട്. ജെ.ഡി.എസിനകത്ത് പൊട്ടിത്തെറി അതിരൂക്ഷമാണ്. പലപ്പോഴായി എ.ഐ.എ.ഡി.എം.കെയിലും പ്രശ്നങ്ങൾ അതിരൂക്ഷമാകുന്നുണ്ട്. കാരണം ഈ പാർട്ടികൾ പ്രത്യേകിച്ചും ജനതാദൾ സെക്കുലർ ആയിരുന്നാലും എ.ഐ.എ.ഡി.എം.കെ ആയിരുന്നാലും ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള പാർട്ടികളാണ്. ഈ പാർട്ടികളുടെ പ്രാതിനിധ്യം ലോക്സഭയിൽ വളരെ കുറവായതുകൊണ്ട് തന്നെ അവർ കൃത്യമായി ഒരു ഉത്തരവും പറയുന്നില്ല. ബി.ജെ.പിയുടെ ആനുകൂല്യം ഭുജിച്ചുകൊണ്ട് നാൾക്കുനാൾ കഴിഞ്ഞു കൂടുന്ന ഈ പാർട്ടികൾ എന്തു പറയാനാണ്? അവിടെയാണ് രാഹുൽ ഗാന്ധി പ്രതിപക്ഷത്തിന്റെ ധർമ്മം ഏറ്റെടുത്തിരിക്കുന്നത്. സ്റ്റാലിൻ എങ്ങനെയാണോ തന്റെ ജോഡോ യാത്ര ഫ്ലാഗ് ഓഫ് ചെയ്തത്, അതുപോലെ തന്നെ സ്റ്റാലിൻ മുന്നോട്ട് വയ്ക്കുന്ന ആന്റി ഡീലിമിറ്റേഷൻ നയം അത് ദേശീയപരമായി തന്നെ കൊണ്ടുവരാൻ രാഹുൽ ഗാന്ധി തുനിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു.